ലോ അക്കാദമി സമരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച ചർച്ച പുരോഗമിക്കുന്നു. മാനേജ്മെന്റും വിദ്യാർത്ഥി പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി സുനിൽ അർമാനൂർ ചേർന്നുണ്ട്. സുനിൽ, വിശദാംശങ്ങൾ. ഇപ്പോൾ ചർച്ച പുരോഗമിക്കുകയാണ്. ഈ ചർച്ചയിൽ വിദ്യാർത്ഥി സംഘടനകൾ ലക്ഷ്മി നായരുടെ രാജി ആവശ്യം ശക്തമായി തന്നെയാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. സർക്കാർ ഇടപെട്ട് ലക്ഷ്മി നായരെ പുറത്താക്കാൻ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം. MSFും AISFും അടക്കമുള്ളവരാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ഭൂമി തിരിച്ചുപിടിക്കാൻ സർക്കാർ ഫലപ്രദമായ നടപടി അടിയന്തരമായി തന്നെ സ്വീകരിക്കണം. അതിനാണ് നടപടി സ്വീകരിക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കേണ്ടതെന്നാണ് KSU ഈ ചർച്ചയ്ക്കകത്ത് പറഞ്ഞത്. SFIയുടെ പ്രതിനിധികളും ഈ ചർച്ചയ്ക്കകത്ത് പങ്കെടുക്കുന്നുണ്ട്. അവർ പറഞ്ഞത് ഈ അധ്യയനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ മാനേജ്മെൻറ്റുകളുമായി ചർച്ച നടത്തി അത്തരത്തിൽ ഒരു ധാരണയിൽ എത്തിച്ചേർന്നത്. പക്ഷേ അക്കാര്യങ്ങൾ ഒന്നും തന്നെ കൃത്യമായി പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. തിങ്കളാഴ്ച ക്ലാസ് തുറന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ധാർഷ്ട്യപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് മാനേജ്മെൻ്റ് ആണെന്നാണ് ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. അതിൽ നിന്ന് മാനേജ്മെൻറ്റുകൾ പിൻവാങ്ങാൻ തയ്യാറാകണം. ഈ സർക്കാർ ഇത്തരത്തിലൊരു ചർച്ച വിളിച്ച പശ്ചാത്തലത്തിൽ തന്നെ ഈ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ ലക്ഷ്മി നായരോട് രാജിവെച്ച് പുറത്തു പോകാൻ ആവശ്യപ്പെടാൻ സർക്കാരിന് അതിനുള്ള ഒരു കരുത്ത് സർക്കാർ കാണിക്കണം. അതിന് വിദ്യാഭ്യാസ മന്ത്രി അതിന് നടത്തേണ്ടതാണ് എന്നാണ് അവർ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ മാനേജ്മെൻറ്റ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യത്തിനോട് മറ്റൊരു തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ചർച്ചയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ചർച്ച മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും ഇത് പരാജയപ്പെടും എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം മാനേജ്മെൻറ്റ് അവരുടെ നിലപാട് ഇതുവരെയും വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. നേരത്തെ തന്നെ അവ്യക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ മാനേജ്മെൻറ്റ് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള സമരത്തിന് കാരണമായിരിക്കുന്നത്. കാരണം ഇവരെ പുറത്താക്കി എന്ന് പറയുമ്പോഴും അത്തരത്തിലുള്ളൊരു മിനിറ്റ്സോ അല്ലെങ്കിൽ എല്ലാ അംഗങ്ങൾ ഒപ്പിട്ട് രേഖകളോ കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു പശ്ചാത്തലം വരും. ലെറ്റർ പേഡിൽ തന്നെ കാര്യങ്ങൾ എഴുതി നൽകിയെന്നുള്ള ആക്ഷേപം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇതിനെ തുടർന്നാണ് ADM തന്നെ ഇവരെ വിളിച്ചു വരുത്തുകയും അപ്പോൾ മിനിറ്റ്സ് കൊടുക്കുകയും അതും ആവശ്യപ്പെട്ട സമയം കഴിഞ്ഞതിന് ശേഷമാണ് മിനിറ്റ്സ് നൽകിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരത്തിൽ പലതരത്തിലുള്ള ദുരൂഹതകളാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ദുരൂഹതകൾ മറച്ച് അവരുടെ യഥാർത്ഥ പ്രവർത്തന രീതിയിലേക്ക് വന്നാൽ മാത്രമേ ഇതിന് പരിഹാരം കാണൂ എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. മാനേജ്മെൻറ്റുകൾ ചർച്ച നടത്തുമ്പോഴും പല കാര്യങ്ങളും ഒളിച്ചു വെക്കുന്നു. ഈ കോളേജിൻ്റെ അഫിലിയേഷൻ റദ്ദാക്കണം എന്നും KSU ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഫിലിയേഷൻ റദ്ദാക്കി ഈ കോളേജിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാനാണ് സർക്കാർ തയ്യാറാകേണ്ടത്. അല്ലാതെ ഇത്തരത്തിൽ ചർച്ച വിളിച്ച് അതൊരു പ്രഹസനമാക്കി മാറ്റേണ്ട കാര്യമില്ല എന്നും KSUവിൻ്റെ പ്രവർത്തകർ ഈ ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ വിദ്യാഭ്യാസ സെക്രട്ടറിയും അടക്കമുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ഇപ്പോഴും വിദ്യാർത്ഥികളുടെ വാദമാണ് കേട്ടുകൊണ്ടിരിക്കുക. വിദ്യാർത്ഥികൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അതിനനുസരിച്ച് മാനേജ്മെൻറ്റിനോട് അഭിപ്രായം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മാനേജ്മെൻറ്റ് തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. ഡയറക്ടർ നാരായണൻ നായരും അതുപോലെ തന്നെ മറ്റൊരു ഡയറക്ടർ ബോർഡ് അംഗവും കൂടിയാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നത്. നാരായണദാസും കൂടെയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ചർച്ചയിൽ നേരത്തെ ഉണ്ടായിരുന്ന അതേ നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഇപ്പോൾ സമരം ചെയ്യുന്ന MSFും AISFും ABVPയും KSUയും അടക്കമുള്ള സംഘടനകൾ. സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കാൻ ആരെയാണ് ഭയപ്പെടുന്നത്, എന്തിനാണ് ഭയപ്പെടുന്നത് എന്നുള്ള ഒരു വാദഗതിയാണ് ഇവർ ഉന്നയിക്കുന്നത്. ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സുനിൽ, ഇവിടെ ഇന്ന് ഈ വിഷയം രമ്യമായി പരിഹരിക്കുക എന്നതാണ് സർക്കാരിന്റെ മുൻപിലുള്ള ഒരു കാര്യം. ഒരു പരിധിക്കപ്പുറത്ത് സർക്കാരിന് നേരിട്ട് ഇടപെടാൻ കഴിയാത്ത കാര്യം കൂടിയാണ്. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ സമരം ചെയ്യുന്നവരുടെ നിലപാട് അത് ഈ ചർച്ചയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാകും? സൗമ്യ, തീർച്ചയായും ഇന്ന് വിഷയത്തിൽ പരിഹാരം കാണണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സർക്കാർ ഇന്ന് എല്ലാവരെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. കാരണം മാനേജ്മെൻറ്റിനെയും വിദ്യാർത്ഥി പ്രതികളെയും ഒരുമിച്ചിരുത്തിയുള്ള ഒരു ചർച്ചയിലൂടെ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ എന്നുള്ള ഒരു ചിന്തയാണ് സർക്കാരിനുണ്ടായതും അത്തരത്തിൽ ചർച്ച വിളിച്ചതും. പക്ഷേ ഓരോ വിദ്യാർത്ഥി സംഘടനകളും മാനേജ്മെൻറ്റിനെതിരെയുള്ള തീരുമാനങ്ങൾ സർക്കാർ എടുക്കണമെന്നും ആ നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ തയ്യാറാകേണ്ടത്. അല്ലാതെ മാനേജ്മെൻറ്റിന് ഒത്താശ ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ശരിയായ നടപടി അല്ല എന്നാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ഇത് സർക്കാരിനെ വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനൊന്നും മറുപടി പറയാനോ അല്ലെങ്കിൽ ലക്ഷ്മി നായരെ പുറത്താക്കിയെന്ന് കൃത്യമായി പറയാനോ മാനേജ്മെൻറ്റ് യോഗത്തിനകത്ത് തയ്യാറാകുന്നില്ല. കാരണം ലക്ഷ്മി നായരെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. ഇവരെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവോ അല്ലെങ്കിൽ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട ഗവേണിംഗ് ബോർഡ് നേരത്തെ മിനിറ്റ്സിൽ ഉണ്ട് എന്ന് പറഞ്ഞ് മിനിറ്റ്സ് ADMന് ഹാജരാക്കി അത്തരത്തിലുള്ള രേഖകൾ ഒന്നും ഹാജരാക്കുകയോ കൃത്യമായ രീതിയിൽ ഇതിനൊരു മറുപടി പറയുകയോ മാനേജ്മെൻറ്റ് ചെയ്യുന്നില്ല. അതാണ് വിദ്യാർത്ഥികളെ കൂടുതൽ
കൂടുതൽ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കാനായി, അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യം ലക്ഷ്മി നായർ രാജിവെച്ചേ മതിയാകൂ എന്നുള്ളൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കാരണമായി നിൽക്കുന്നത്. ആ രീതി തുടർന്നു കഴിഞ്ഞാൽ സമരം എങ്ങനെ അവസാനിപ്പിക്കും എന്നുള്ളത് വലിയൊരു ആശയക്കുഴപ്പവും വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ചെയർമാൻ തന്നെ, ഈ അക്കാദമിയുടെ ചെയർമാൻ രംഗത്തെത്തിയ കാര്യമാണ് ഇപ്പോൾ ഈ AISF പ്രവർത്തകർ ഉന്നയിച്ചത്. ചെയർമാൻ ആവശ്യപ്പെടുന്നു രാജി, പിന്നെ എന്തുകൊണ്ട് പ്രിൻസിപ്പലിന് രാജിവെച്ചുകൂടാ? ഈ ഡയറക്ടർ ബോർഡിനകത്ത് ഒരു തീരുമാനമെടുത്താൽ അത് പ്രിൻസിപ്പലിന് മാത്രം അനുസരിക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള ഒരു ഏകാധിപത്യപരമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ് AISF ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ രാജിവെച്ചില്ലെങ്കിൽ താൻ രാജിവെക്കുമെന്ന നിലപാടുമായി അയ്യപ്പൻ പിള്ള, ചെയർമാൻ അയ്യപ്പൻ പിള്ള രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ലക്ഷ്മി നായരുടെ രാജി ആവശ്യത്തിന് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ ആക്കം കൂട്ടുന്നതിന് കാരണമായിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു സ്ഥിതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതെവിടെ അവസാനിക്കും എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതെങ്ങനെ സമരം ഈ ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. വീണ്ടും സമരരംഗത്തേക്ക് തന്നെ ഇറങ്ങുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു പ്രക്ഷോഭത്തിന് തന്നെ ഇത് വഴിവെക്കും എന്നുള്ളതാണ്. കാരണം SFI അടക്കമുള്ളവർ മറ്റന്നാൾ ക്ലാസ് തുടങ്ങുമ്പോൾ കുട്ടികളുമായി ക്ലാസ്സിലേക്ക് കയറാൻ പോകുന്ന ഒരു സാഹചര്യം, പുറത്ത് മറ്റൊരു വിഭാഗം കുട്ടികൾ സമരം ചെയ്യുന്നു, പരീക്ഷ വരാൻ പോകുന്നു, അറ്റൻഡൻസ് അടക്കമുള്ള വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് വലിയ ആശയക്കുഴപ്പത്തിനിടയാക്കും. ഭൂമിയുടെ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണമെന്ന് AISF ആവശ്യപ്പെട്ടിട്ടുണ്ട്, KSU ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട് സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കാൻ തയ്യാറാകുന്നില്ല? ഇന്ന് തന്നെ കളക്ടറുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ കളക്ടർ റിപ്പോർട്ടിനകത്ത് ഭൂമി വിദ്യാഭ്യാസ പർപ്പസിനല്ലാതെ ദുരുപയോഗം ചെയ്തു എന്ന റിപ്പോർട്ടിൽ കാണുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ച് ഭൂമി തിരിച്ചു പിടിക്കാൻ തയ്യാറാകുന്നില്ല? ഭൂമി തിരിച്ചു പിടിക്കാൻ തയ്യാറാകണം. അതോടൊപ്പം തന്നെ ലക്ഷ്മി നായർ പുറത്താക്കണം അല്ലെങ്കിൽ രാജിവെക്കണം എന്നുള്ള ആവശ്യത്തിൽ ഇപ്പോഴും ഇവർ ഉറച്ചു നിൽക്കുകയാണ്. സൗമ്യ, അവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു അയ്യപ്പൻപിള്ളയുടെ ഒരു നിലപാട് മാറ്റം, പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ ചർച്ചയിൽ, അതായത് ലക്ഷ്മി നായരെ 5 വർഷത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിൽ ഗവേണിംഗ് കൗൺസിൽ പൂർണ്ണമായും ഒന്നിച്ചു നിന്നായി എടുത്ത തീരുമാനമാണ് എന്ന രേഖകൾ ADM-ന് കൈമാറിയിരുന്നു. ഇക്കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് മാറ്റം, ആ വിധത്തിലുള്ള കാര്യങ്ങൾ, ഇത് മാനേജ്മെന്റിന്റെ തീരുമാനത്തിലേക്കൊക്കെ വരുമ്പോൾ ഈ വിഷയങ്ങളിൽ എങ്ങനെയായിരിക്കും തുടർ നടപടികൾ? സമയത്തിനകത്ത് വിദ്യാർത്ഥികൾ, അതായത് ഇപ്പോൾ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ പറയുന്നത്, അന്ന് SFIയുമായി ചർച്ച നടത്തി ഉണ്ടാക്കിയ ധാരണ അനുസരിച്ച് ലെറ്റർ പേഡിലാണ്, കോളേജിൻ്റെ ലെറ്റർ പേഡിലാണ് ഇക്കാര്യങ്ങൾ എഴുതിയത്. ആ ലെറ്റർ പേഡിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അന്ന് നാരായണൻ നായരും അതുപോലെ തന്നെ ഈ ഡയറക്ടർ ബോർഡിലെ മറ്റംഗങ്ങളും ചേർന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ തന്ന ഒരു റിലീസിൽ പറയുന്നത്. ഒന്നിൽ മാറ്റി നിർത്തി എന്നും മറ്റതിൽ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി ലെക്ചർ സ്ഥാനത്തേക്ക് പോലും അവർ വരികയില്ല എന്ന തരത്തിലേക്ക് പരാമർശം വരുമ്പോൾ അവരെ പുറത്താക്കി എന്നുള്ള തരത്തിലേക്ക് ഉത്തരവ് അല്ലെങ്കിൽ അതിനകത്ത് ഒരു പരാമർശം ഇല്ല എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ലക്ഷ്മി നായരെ മാറ്റി നിർത്തിയെന്ന് പറയുമ്പോഴും വൈസ് പ്രിൻസിപ്പലിന് സ്ഥാനം കൊടുത്തു എന്ന് പറയുമ്പോഴും പുതിയ പ്രിൻസിപ്പൽ ആര് എന്നുള്ളത് സംബന്ധിച്ച് പറയാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ പുതിയ പ്രിൻസിപ്പൽ ഉണ്ടാകുമോ എന്നുള്ളത് സംബന്ധിച്ച് പറയുന്നില്ല. അതുപോലെ ഇത്തരത്തിലൊരു രേഖ നിൽക്കുമ്പോൾ അത് നിയമപരമായി സാധുതയില്ല എന്നുള്ള ഒരു വാദഗതിയും ഈ വിദ്യാർത്ഥികൾ ഈ ചർച്ചയ്ക്കകത്ത് ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കൃത്യമായി അവർ നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ തിരിച്ചു വരും എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ളത്, സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ. ആ ഒരു ആശങ്ക അവർ ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ADM-ന് എഴുതി നൽകിയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ അത് ഉറപ്പുള്ള കാര്യമാണെന്നും ഏതായാലും ഈ 5 വർഷത്തേക്ക് അവർ ലെക്ചറായിട്ടോ അല്ലെങ്കിൽ ഫാക്കൽറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും കോളേജിൻ്റെ ഒരു കാര്യങ്ങളിലും ഇടപെടുകയില്ല എന്നുള്ള ഒരു ഭാഗമാണ് മാനേജ്മെൻറ്റുകൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്നത്. പക്ഷേ അത് ഉൾക്കൊള്ളാൻ വിദ്യാർത്ഥികൾ തയ്യാറാകുന്നില്ല. കാരണം ഒരു കൃത്യമായ രേഖാമൂലമായിട്ടുള്ള, അതായത് ചോദ്യം നിയമപരമായി തന്നെ നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്, തീരുമാനമാണ്, അത് ഉത്തരവായി വരേണ്ടത്. അതിന് കോളേജ് മാനേജ്മെൻറ്റുകൾ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണ് അവർ തയ്യാറാകാത്തത്? അത് തയ്യാറാകണം. അതായത് 5 വർഷം ഇവരെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് കോളേജ് തന്നെ പുറപ്പെടുവിക്കണം, കോളേജ് മാനേജ്മെൻറ്റ് അത് പുറപ്പെടുവിക്കണം, അത് സർക്കാരിന് കൈമാറണം എന്നുള്ള തരത്തിലുള്ള ഒരു ആവശ്യവും അവർ ഈ യോഗത്തിനകത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനും തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, യോഗത്തിനകത്തുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. സുനിലർമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഏതായാലും വിദ്യാർത്ഥി പ്രതിനിധികളും അക്കാദമി മാനേജ്മെന്റുമായും ചർച്ച നടക്കുകയാണ്. ലോ അക്കാദമി ട്രസ്റ്റിൽ ഭിന്നത, ലക്ഷ്മി നായർ രാജിവെക്കണമെന്ന് ചെയർമാൻ K. അയ്യപ്പൻപിള്ള. ഇന്നത്തെ ചർച്ചയിൽ ലക്ഷ്മി നായരുടെ രാജിക്കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ താൻ രാജിവെക്കുമെന്ന് അയ്യപ്പൻപിള്ള BJPയുടെ സമരപന്തലിൽ പ്രഖ്യാപിച്ചു. ഇന്ന് എഡ്യൂക്കേഷൻ മിനിസ്റ്ററുമായിട്ട് ഇത്
തീർക്കാമെന്നാണ് അധികാരികളുടെ ഉറപ്പ്. അതൊന്ന് പറയാം, ഇതിൻ്റെ ഞാൻ 40 കൊല്ലമായിട്ട് ഇതിലെ മെമ്പറും 2 കൊല്ലമായിട്ട് ഇതിൻ്റെ അധ്യക്ഷനുമാണ്. ഇത് നടന്നില്ലെങ്കിൽ ഞാൻ ഈ സ്ഥാപനത്തിൽ നിന്നും രാജിവെക്കുകയാണ് ഞാൻ പ്രഖ്യാപിക്കുന്നത്. അക്കാദമി ഭൂമി പതിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ നടക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ സർക്കാരിന്റെ കാലത്തോ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തോ അല്ല ഭൂമി നൽകിയത്. അതുകൊണ്ട് വിഷയത്തിൽ സർക്കാർ ഇടപെടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു പരിശോധനയ്ക്ക് ഇപ്പോൾ പോകുന്ന പ്രശ്നമില്ല. ഏതോ കാലത്ത് CP രാമസ്വാമി അയ്യരെടുത്ത ഭൂമി അത് പരിശോധിക്കാൻ ഇപ്പോൾ ഈ ഗവൺമെന്റിന് കഴിയുന്ന കാര്യമല്ല. ആ പരിശോധനയ്ക്ക് ഇപ്പോൾ പോകുന്ന പ്രശ്നമില്ല. ഇതേതോ ഒരു പിള്ളയുടെ കാര്യം പറഞ്ഞില്ലേ, നടരാജപിള്ള. ആ നടരാജപിള്ളയുടെ ഭൂമി ഈ സർക്കാരോ ഇതിനു മുമ്പിലുള്ള സർക്കാരുകളോ എടുത്തതല്ല, CP രാമസ്വാമിയുടെ കാലത്ത് എടുത്തു എന്ന് പറയുന്നതാണ്. അക്കാര്യം പരിശോധിക്കാൻ ഇപ്പോൾ ഈ സർക്കാരിന് കഴിയില്ല. അതാ ഞാൻ പറഞ്ഞത്. ലോ അക്കാദമി ഭൂമി വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ അപാകതയില്ലെന്ന് കാനം രാജേന്ദ്രൻ. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ എല്ലാ കാര്യത്തിലും വ്യക്തത വരുമെന്നും കാനം പറഞ്ഞു. സംസ്ഥാന റവന്യൂ വകുപ്പ് നടത്തുന്ന ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ഒരു പരാമർശവും നടത്തിയിട്ടില്ല. ഞാൻ ആ പത്രസമ്മേളനം മുഴുവൻ കേട്ടതാണ്. ആ പരാതി കിട്ടി 24 മണിക്കൂറിനകം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അന്വേഷണം. അല്ലാതെ നടരാജപിള്ളയുടെ ഭൂമിയെക്കുറിച്ചൊന്നും അന്വേഷണമൊന്നുമില്ല. നിയമപരമായ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഈഫും ബട്ടും സോയും ഒന്നും അധികം ഇല്ല. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എന്താണ് എന്ന് റിപ്പോർട്ട് കിട്ടുമ്പോൾ അതിന് നടപടി സ്വീകരിക്കും. നെഹ്റു ഗ്രൂപ്പിന് കീഴിലുള്ള ഒറ്റപ്പാലം വാണിയംകുളം PK ദാസ് മെഡിക്കൽ കോളേജിലെ 2 വനിതാ ജീവനക്കാർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. റേഡിയോളജി വിഭാഗത്തിലെ ജീവനക്കാരികളെ ഡ്യൂട്ടിക്കിടെ ആസിഡ് കഴിച്ച അവശനിലയിലാണ് കണ്ടെത്തിയത്. അത്യാസന്ന നിലയിലായ ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, ഇവരുടെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? എന്താണ് വിവരങ്ങൾ? സൗമ്യ, രണ്ടുപേരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആസിഡ് കഴിച്ചതിനെ തുടർന്ന് വലിയ തോതിൽ ഇവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 3:30യോടെയാണ് ഒറ്റപ്പാലം വാണിയംകുളത്തുള്ള PK ദാസ് മെഡിക്കൽ കോളേജിലെ റേഡിയോളജി വിഭാഗത്തിലെ ജീവനക്കാരികളായ ഈ 2 പേരും ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത്. നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇവരെ ആസിഡ് ഉള്ളിൽ അവശ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് സഹപ്രവർത്തകർ തന്നെയാണ് ഇതേ കോളേജിലുള്ള അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. ഇരുവരും ഇതേ മെഡിക്കൽ കോളേജിൽ നിന്ന് റേഡിയോളജിയുടെ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ബോണ്ട് അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ച ഇരുവരുടെയും അവസാന പ്രവൃത്തി ദിവസവും കൂടിയായിരുന്നു ഇന്നലെ. ആത്മഹത്യാ ശ്രമത്തിന് ഇതുവരെ കാരണം വ്യക്തമായിട്ടില്ല. അത്യാസന്ന നിലയിലായ ഇരുവരെയും തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബന്ധുക്കളും അതേപോലെ തന്നെ സഹപ്രവർത്തകരും ഒന്നും തന്നെ ഇവരുടെ ഇത്തരമൊരു ആത്മഹത്യാ ശ്രമത്തിനുള്ള കാരണത്തെ പറ്റിയൊരു വ്യക്തത ഇതുവരെ പുറത്തു പറയാത്ത സാഹചര്യമുണ്ട്. എന്തായാലും ഇന്നലെ വൈകിട്ട് വീട്ടിൽ നിന്ന് വരുന്നത് വരെ ഒരു പ്രശ്നവും ഇവർക്കുണ്ടായിരുന്നില്ല എന്നുള്ള നിലയിലാണ് ബന്ധുക്കളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 2 പേരും വിവാഹിതരായ സ്ത്രീകൾ കൂടിയാണ്. 1 വർഷം മുമ്പാണ് 2 പേരുടെയും വിവാഹവും നടന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഒറ്റപ്പാലം മജിസ്ട്രേറ്റ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കാനും ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കാനുമുള്ള സാധ്യതയുണ്ട്. മറ്റേതെങ്കിലും തരത്തിൽ മാനേജ്മെന്റിന്റെ പീഡനമോ അത്തരത്തിൽ ഏതെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ബന്ധുക്കളും ആ ഒരു കാര്യത്തെ പറ്റി പുറത്തു പറയുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതി പോലീസിന്റെ മുന്നിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ എത്തിയിട്ടില്ല. സൗമ്യ, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. ജേക്കബ് തോമസിൽ സർക്കാരിന് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തുറമുഖ വകുപ്പിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് KM അബ്രഹാമിന്റെ റിപ്പോർട്ടിന്മേൽ നിയമോപദേശം തേടിയത് കൂടുതൽ വ്യക്തത വരുത്താനാണ്. അഴിമതി ആര് കാണിച്ചാലും സംരക്ഷിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് തുറമുഖ ഡയറക്ടറായിരിക്കെ അഴിമതി നടത്തിയെന്ന് കാണിച്ച് ധനവകുപ്പ് റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. ജേക്കബ് തോമസിനെ സർക്കാരിന് പൂർണ്ണ വിശ്വാസമാണ്. അഴിമതി ആര് കാണിച്ചാലും സംരക്ഷിക്കില്ല. നേരത്തെ വിജിലൻസ് അന്വേഷണം പൂർത്തിയായ കേസിൽ വീണ്ടും അന്വേഷണം നടത്തുന്നതിനുള്ള നിയമവശം പരിശോധിക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വേറൊരു ഏജൻസി ഇത് സംബന്ധിച്ച് മറ്റൊരു നിലപാടെടുക്കുമ്പോൾ അതിൻ്റെ നിയമപരമായ വശം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എത്രത്തോളം അവർക്ക് പോകാം. അപ്പോൾ അത് ഫൈനാൻസ് ഇൻസ്പെക്ഷൻ വിങ്ങിന് തന്നെ എത്രത്തോളം പോകാം, എന്താണ് അവരുടെ സാധാരണ നിലക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതടക്കം പരിശോധിക്കേണ്ടതായി. പൂർണ്ണ വിശ്വാസത്തിലാണിപ്പോൾ, ഒരു സംശയവും വേണ്ട. പൂർണ്ണ വിശ്വാസം തന്നെയാണ്. പൂർണ്ണ വിശ്വാസമുള്ള ഒരാൾ വിജിലൻസ് ഡയറക്ടർ അല്ലാതിരിക്കും, വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തിരിക്കും. ലോ അക്കാദമിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി കൈമാറിയതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് പരിശോധന നടത്താൻ കഴിയില്ല.
ഏതോ കാലത്ത് CP രാമസ്വാമി അയ്യരെടുത്ത ഭൂമി അത് പരിശോധിക്കാൻ ഇപ്പോൾ ഈ ഗവൺമെൻറ്റിന് കഴിയുന്ന കാര്യമല്ല. ആ പരിശോധനയ്ക്ക് ഇപ്പോൾ പോകുന്ന പ്രശ്നമില്ല. നടരാജപിള്ളയുടെ ഭൂമി ഈ സർക്കാരോ ഇതിന് മുമ്പിലുള്ള സർക്കാരുകളോ എടുത്തതല്ല, CP രാമസ്വാമിയുടെ കാലത്ത് എടുത്തു എന്ന് പറയുന്നതാണ്. അക്കാര്യം പരിശോധിക്കാൻ ഇപ്പോൾ ഈ സർക്കാരിന് കഴിയില്ല. സ്വാശ്രയ മേഖലയെക്കുറിച്ച് പഠനം നടത്താൻ നിലവിലുള്ള വൈസ് ചാൻസലർമാരുടെ കമ്മിറ്റിക്ക് പുറമെ ഉന്നതതല സമിതി രൂപീകരിക്കും. സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നുണ്ടെന്ന ആക്ഷേപം പരിശോധിക്കും. ന്യായമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേത്. ഫയലുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയെടുക്കുമെന്നും ഇക്കാര്യം പരിശോധിക്കാൻ സെക്രട്ടറി തല യോഗം വിളിച്ചു ചേർക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ലെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ്. നന്മയുള്ളവരുടെ നടുവിലാണ് താനെന്നും ജേക്കബ് തോമസ് പ്രതികരിച്ചു. CM എല്ലാം പറഞ്ഞല്ലോ, പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പറയേണ്ട ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നന്മയുള്ളവരുടെ നാടിൻ്റെ നടുവിൽ നിൽക്കുകയല്ലേ. മുഖ്യമന്ത്രിക്ക് ചീഫ് സെക്രട്ടറിയിലും ധനകാര്യ സെക്രട്ടറിയിലും വിശ്വാസ്യത നഷ്ടപ്പെട്ടെന്ന് രമേശ് ചെന്നിത്തല. ജേക്കബ് തോമസിൽ പൂർണ്ണ വിശ്വാസം എന്ന വാക്കുകൾ അതാണ് തെളിയിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. സ്വന്തം ചീഫ് സെക്രട്ടറിയെയും ധനകാര്യ വകുപ്പ് സെക്രട്ടറിയിലും അദ്ദേഹത്തിന് വിശ്വാസമില്ല എന്നുള്ളതാണോ തെളിയിക്കുന്നത്? ഉന്നത ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ശീതസമരവും ഗുരുതരമായ അഭിപ്രായ വ്യത്യാസവും തുടരുകയാണ്. എന്നിട്ടും മുഖ്യമന്ത്രി കഴിഞ്ഞ 5 മാസമായി ഒരു നടപടിയും എടുത്തിട്ടില്ല. ഭരണമാകെ സ്തംഭിച്ചിരിക്കുന്നു, സെക്രട്ടേറിയറ്റ് സ്തംഭിച്ചിരിക്കുന്നു. ഭരണരംഗത്ത് ഇതുപോലെ കാര്യക്ഷമതയില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. 2 മുറി സ്കൂൾ കെട്ടിടത്തിന് 1/2 കോടി രൂപ ചെലവഴിച്ചതിൽ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ അതൃപ്തി. നിർമ്മാണത്തിൽ ക്രമക്കേട് നടന്നെന്ന സംശയത്തെ തുടർന്ന് മന്ത്രി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് വിസമ്മതിച്ചു. അമ്പലപ്പുഴ KK കുഞ്ചുപിള്ള സ്മാരക സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. വിവരങ്ങളുമായി ഷാജഹാൻ ചേർന്നുണ്ട്. ഷാജി, എങ്ങനെയായിരുന്നു സംഭവം? സൗമ്യ, കഴിഞ്ഞ ദിവസമാണ് മന്ത്രിയുടെ ഫണ്ടിൽ നിന്നും ആസ്തി വികസന ഫണ്ടിൽ നിന്നും 55 ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിനായിട്ട് മന്ത്രി എത്തിയത്. എന്നാൽ മന്ത്രി എത്തിയ വേളയിൽ 2 മുറികൾ മാത്രമാണ് ഈ 55 ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുന്നതെന്ന് മന്ത്രിക്ക് ബോധ്യപ്പെട്ടു. ഇതേ തുടർന്ന് ഇതിന് പിന്നിൽ അഴിമതിയുണ്ടോ എന്നുള്ളത് സംശയം മന്ത്രിക്ക് ശക്തിപ്പെടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ ഉദ്ഘാടനം നടത്താതെ മന്ത്രി സംഭവവുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ വകുപ്പ് തല അന്വേഷണത്തിനായി നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം നടന്നു വരികയാണ്. സാധാരണഗതിയിൽ 2 മുറി കെട്ടിടം പണിയുന്നതിന് 55 ലക്ഷം രൂപ ചിലവ് വരികയില്ല. എന്നാൽ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ തന്നെ കരാർ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ അപാകതകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മിനിസ്റ്റർ ജി സുധാകരൻ തന്നെ നമ്മളൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഈ സംഭവം എങ്ങനെയാണ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത്? എങ്ങനെയാണ്? അല്ല, എന്റെ മണ്ഡലത്തിലാണ് ഈ അമ്പലപ്പുഴ ജംഗ്ഷനില് ഹൈവേയുടെ നേരെ പടിഞ്ഞാറ് വശമാണ് ഈ സ്വാതന്ത്ര്യ സമര സേനാനിയും KPC സെക്രട്ടറി ആയിരുന്ന കുഞ്ചുപിള്ള സാറിന്റെ പേരിലുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ എന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഞാൻ 55 ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിന് കൊടുത്തു. അപ്പൊ അതിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ റിപ്പോർട്ട് വാങ്ങിച്ചു നോക്കുമ്പോൾ 27.5 ലക്ഷം രൂപ വെച്ച് ഒരു മുറിക്ക്, അങ്ങനെ 2 മുറിയേ ഉള്ളൂ. അപ്പൊ അത് ഞാനത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. നേരത്തെ തന്നെ അവിടെ പല ഹൈസ്കൂളുകൾക്കും ഹയർ സെക്കൻഡറി സ്കൂളിന് ഞാൻ ഇതുപോലെ പണം കൊടുത്തപ്പോൾ വേണ്ടത്ര മുറികൾ നിർമ്മിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപം എനിക്ക് നേരത്തെ മുതലുണ്ട്. അപ്പോൾ ഇത് 3 നിലയുടെ ഫൗണ്ടേഷൻ ആണെന്നൊക്കെ പറയും. എന്ത് ഫൗണ്ടേഷൻ ആയാലും 2 മുറികൾ നിർമ്മിക്കാൻ വേണ്ടി 55 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കെട്ടിടം നിർമ്മിക്കാൻ. അതുകൊണ്ട് ഞാൻ നിർമ്മാണോദ്ഘാടനം ഇപ്പോൾ നടത്തുന്നില്ല. ചീഫ് ടെക്നിക്കൽ എക്സാമിനർ ഉണ്ട്. PWD വകുപ്പും ഫൈനാൻസുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് തരേണ്ട ഉദ്യോഗസ്ഥനാണ് ചീഫ് ടെക്നിക്കൽ എക്സാമിനർ, CTE എന്ന് പറയും. അദ്ദേഹത്തിന് റെഫർ ചെയ്തു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്കാൻ. പണിയൊന്നും നടത്തിവെക്കാൻ ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇതാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോ എന്ന് മാത്രമല്ല, കണ്ണൂരിൽ പിന്നെ 55 ലക്ഷം രൂപ കൊടുത്താൽ അവിടെ ഏറ്റവും ചുരുങ്ങുന്ന 3 മുറി പണി ചുരുങ്ങ്. 1 കോടി രൂപ കൊടുത്താൽ 6 മുറി ഒക്കെ പണി. ആലപ്പുഴയാണെങ്കിൽ 4 മുറി പണിയെത്തുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളും ഇവരാരോടും വിശദീകരിക്കുന്നില്ല. പൈസ കൊടുത്ത എന്നോട് 2 മുറിയെ പണിയെന്നുള്ളതെന്നും അതിന്റെ യാതൊരു രൂപരേഖ എന്നെ കാണിച്ചിട്ടില്ല. ഞാൻ പൈസ കൊടുക്കുമ്പോൾ MLA ആണ്, ഇപ്പൊ മിനിസ്റ്ററാണ്, കാണിച്ചില്ല. ആ സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ HSSന്റെ പരാതി അവര് പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. അവരുടെ അഭിപ്രായം കേൾക്കുന്നത് അവരുടെ സ്കൂളിന് വേണ്ടി ഞാൻ കൊടുത്ത പൈസയാണ്. അപ്പൊ സ്കൂളിനോട് ഡിസ്കസ് ചെയ്യുന്നില്ല, MLA ഡിസ്കസ് ചെയ്യുന്നില്ല, ആരോടും ഡിസ്കസ് ചെയ്യുന്നില്ല. അവര് വരയ്ക്കുന്നു, കുറിക്കുന്നു, പണിയുന്നു. അത് കഴിഞ്ഞ് എന്താ ആക്ഷേപം എന്ന് വെച്ചാൽ അത് നമ്മൾ കേട്ടോണം. ആ രീതി ശരിയല്ലാത്തതുകൊണ്ടാണ്. മിനിസ്റ്റർക്ക് നേരത്തെ ഒരു പരാതി ലഭിച്ചിരുന്നോ? അതോ അവിടെ നേരിട്ട് ചെന്ന് കണ്ടപ്പോഴാണോ കാര്യം മനസ്സിലായത്? ഇത് സംബന്ധിച്ച് എനിക്ക് പരാതി കിട്ടിയില്ല. പക്ഷെ ആ സ്കൂളിൽ തന്നെ
സുനാമി ഫണ്ട് കൊണ്ട് ഞാൻ മുമ്പ് നിർമ്മിച്ച ഒരു കെട്ടിടം, ആ കെട്ടിടം അതിന്റെ അടിത്തറ മൊത്തം പോയി. അതിന്റെ അടിക്കലെല്ലാം ഇളകി കിടക്കുകയാണ്. എഞ്ചിനീയർമാർ, അത് PWD എഞ്ചിനീയർമാരല്ല, ലോക്കൽ ബോഡീസുകാരാണ്. അതും ഇപ്പൊ അന്വേഷണ വിധേയമാണ്. അപ്പോ നിരുത്തരവാദപരമായി ഗവൺമെന്റ് കെട്ടിടങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ ഒരു പണിയാണ്. ആരെയും ബോധ്യപ്പെടുത്താൻ തയ്യാറല്ലെന്നുള്ളതാണ്. അത് ബോധ്യപ്പെടുത്തണം. ഒരുപക്ഷെ മിനിസ്റ്റർ ഇതൊരു സൂചനയാണ്. തീർച്ചയായിട്ടും ഞാനിതെല്ലാം പരിശോധിക്കും. ഗവൺമെന്റ് പരിശോധിക്കുകയാണ്, എല്ലാ കാര്യവും പരിശോധിക്കുകയാണ്. ഗവൺമെന്റിന്റെ പണം കൊണ്ട് ഇതിനേക്കാൾ കൂടുതൽ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാം. അതുണ്ടാവാതെ ഗവൺമെന്റിന്റെ അടിസ്ഥാന സൗകര്യ വികസനം ലിമിറ്റ് ചെയ്യപ്പെടുന്നു, പരിമിതപ്പെടുത്തപ്പെടുകയും ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്നും ആദ്യ സ്കൂൾ പണം ചെലവഴിക്കപ്പെടുകയും ചെയ്യുന്നത്. മൂന്നാമത്, ആ സ്കൂളിനെയും ആർക്കു വേണ്ടിയാണോ കെട്ടിടം, ആ സ്ഥാപനത്തെയോ അല്ലെങ്കിൽ അവിടുത്തെ ജനവിഭാഗങ്ങളെയോ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ MLA ചോദിക്കണം, പൈസ കൊടുത്ത് MLA ഒന്ന് കാണിക്കേണ്ടതായിട്ട് ഒന്നും ചെയ്യും, വെറും യാന്ത്രികമായി ചെയ്യുന്നു എന്നുള്ളതാണ് ചില സ്ഥലങ്ങൾ. അതിനൊരു പരിശോധനയും നിയന്ത്രണവും വേണമല്ലോ. തീർച്ചയായും വളരെ നന്ദി മിനിസ്റ്റർ. ഈ അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. ഏതായാലും വിശദമായ ഒരു പരിശോധന ആവശ്യത്തിൽ നടത്തി വേണ്ട നടപടിയെടുക്കുമെന്നാണ് മന്ത്രി G. സുധാകരൻ പറഞ്ഞിരിക്കുന്നത്.